ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു കരിയർ മേക്കർ. ഇന്നിപ്പോൾ നമ്മൾ ബാങ്ക് എക്സാംസുകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ EFT മീൻസ് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ ചെന്നു, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മൾ ചെന്നിട്ട് അവിടെ നിന്ന് ഒരു സാധനം വാങ്ങുകയാണ്. നമ്മൾ ഫോൺ എടുക്കുന്നു, അവിടുത്തെ QR കോഡ് നോക്കുന്നു, സ്കാൻ ചെയ്യുന്നു, പേയ്മെൻറ്റ് നടക്കുന്നു. അതായത് ഇലക്ട്രോണിക്കലി വി ആർ ട്രാൻസ്ഫറിങ് മണി ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ EFT ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ NPCI, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. NPCI ആണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? EFT ട്രാൻസാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ NPCIയുടെ ഫുൾ ഫോം നോർമലി ചോദിച്ചു കാണാറുണ്ട്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ NPCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. അപ്പോൾ NPCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് മുംബൈ ആണ്. NPCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് EFTസിനെ കുറിച്ച് നോക്കാം. NEFT, അതുപോലെ തന്നെ RTGS, IMPS ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് UPI. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് നോർമലി NEFT തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കാണാറുണ്ട്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ് NEFTയുടെ ഫുൾ ഫോം. അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഈ ഓരോ EFT, ഓരോ ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം, ഓരോ ടൈപ്പ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റത്തിൻ്റെ മിനിമം ലിമിറ്റ് എന്താണ്, മാക്സിമം ലിമിറ്റ് എന്താണ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോർമലി ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ NEFT നോക്കുമ്പോൾ ദർ ഈസ് നോ മിനിമം ഓർ നോ മാക്സിമം ലിമിറ്റ്. NEFTക്ക് മിനിമം ലിമിറ്റും ഇല്ല, മാക്സിമം ലിമിറ്റും ഇല്ല. That means you can transfer 1 rupee to any rupee using NEFT. ക്ലിയർ? അപ്പോൾ ഇനി ഇതിനകത്ത് ഇവിടുന്ന് NEFTക്ക് മാത്രം പോസിബിൾ ആവുന്നതാണ് ഇൻഡോ നേപ്പാൾ റെമിറ്റൻസ്. ഇന്ത്യ എന്ന് നേപ്പാളിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യാം? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം യൂസിങ് NEFT. ആൻഡ് ദാറ്റ് ഈസ് ഹാവിങ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് 2.5 lakh rupees per ഡേ എന്നൊരു ലിമിറ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ NEFTയുടെ മിനിമം ലിമിറ്റ് നോ മിനിമം ആൻഡ് നോ മാക്സിമം ആണ്. ആൻഡ് ഇവിടെ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് ഉണ്ട്. അതിനകത്ത് 2.5 lakh rupees ആണ് ഇൻഡോ നേപ്പാൾ റെമിറ്റൻസ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റത്തിലേക്ക് നോക്കാം. RTGS മീൻസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് മീൻസ് ഇൻസ്റ്റൻറ്റ് മൊമെൻറ്റിൽ തന്നെ എന്ത് ട്രാൻസ്ഫർ ആവും? ഫണ്ട് ട്രാൻസ്ഫർ ആവും. സോ ഇവിടെ മിനിമം ലിമിറ്റ് ഉണ്ട്. മിനിമം ലിമിറ്റ് ഈസ് 2 lakh rupees and there is no maximum limit for NEFT. NEFTയിലെ RTGS. അപ്പോൾ RTGSൻ്റെ മിനിമം ലിമിറ്റ് 2 lakhും there is no maximum limit for RTGS. അതുപോലെ IMPS എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. IMPSൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് മണി പേയ്മെൻറ്റ് സർവീസ് എന്നാണ്. ഇമ്മീഡിയറ്റ് മണി പേയ്മെൻറ്റ് സർവീസ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം there is no minimum limit. And the maximum limit is 5 lakh rupees in a day. ഒരു ഡേയിൽ 5 ലക്ഷം രൂപ വരെ. അതുപോലെ ലാസ്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റമാണ് UPI, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അപ്പോൾ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് മീൻസ് നമ്മളിപ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPI പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ UPI പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിർച്വൽ നെയിം ഉണ്ടാവും. ഇപ്പോൾ ABC@Axis Pay അല്ലെങ്കിൽ XYZ@SBI Pay മീൻസ് എല്ലാവർക്കും ഒരു വിർച്വൽ നെയിം ഉണ്ടാവും. ആ വിർച്വൽ നെയിം എപ്പോഴും ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് അസോസിയേറ്റ് ആയിരിക്കും. ആ വിർച്വൽ നെയിം ടു വിർച്വൽ നെയിം ആയിരിക്കും എപ്പോഴും എന്ത് നടക്കുന്നത്? ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഇവിടെ UPI സംബന്ധിച്ചിടത്തോളം മിനിമം ലിമിറ്റ് ഈസ് നോ മിനിമം ലിമിറ്റ് ആൻഡ് ദ മാക്സിമം ലിമിറ്റ് ഈസ് റീസെൻ്റ്ലി വന്ന അപ്ഡേഷനാണ് 5 lakh rupees per ഡേ. ക്ലിയർ? അപ്പോൾ ഇതാണ് EFTസിനെ കുറിച്ച് നോർമലി ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ത്യയിലുള്ള EFT ട്രാൻസാക്ഷനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NPCI ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നിന്നുള്ള ഒരു പോയിന്റും കൂടെ റിമൈൻഡ് ചെയ്ത് വെച്ചേക്കണം. റുപ്പേ കാർഡ്സ്, റുപ്പേ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്. റുപ്പേ ഇസ് ദ 7th ഇന്റർനാഷണൽ കാർഡ് സർവീസ് പ്രൊവൈഡഡ് ബൈ NPCI. അപ്പോൾ റുപ്പേ കാർഡ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും എല്ലാം ആര് തന്നെയാണ്? NPCI ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പോയിന്റ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ EFTസിനെ കുറിച്ച് നിങ്ങൾ ഈ അത്യാവശ്യം എക്സ്ട്രാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ സെറ്റിൽ കാണാം.
ഓക്കെ, താങ്ക് യു ഓൾ.